ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജോജു ജോർജിന്റെ ഏറ്റവും പുതിയ സിനിമയായ പണി എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് തൃശൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ കാണിച്ചുകൊണ്ടാണ്. ആ സ്റ്റേഷനിലേക്ക് കമ്മീഷണർ രഞ്ജിത്ത് വരുന്നതായി കാണിക്കുന്നു. എന്തിനെന്നാൽ ആ സ്റ്റേഷനിൽ വെച്ച് കമ്മീഷണർക്ക് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കമ്മീഷണർ രഞ്ജിത്ത് പറഞ്ഞു, പണ്ട് കൂടുതലായും ഗുണ്ടാ കേസുകൾ വന്നിരുന്നത് കൊച്ചി, തിരുവനന്തപുരം ഭാഗത്തു നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി കേൾക്കുന്ന പ്രധാന ഗുണ്ടാ കേസുകളെല്ലാം ഇങ്ങിവിടെ തൃശൂരിലാണ്. ഇതിൽ കൂടുതലും പോലീസിന്റെ അറിവോടെ നടക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവരുടെ ചർച്ച വാറന്റ് ഡേവി എന്ന ഒരു ഗുണ്ടാ നേതാവിനെ കുറിച്ചായി. വാറന്റ് ഡേവി എന്ന പേര് വരാൻ കാരണം തന്നെ അയാളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, വാറന്റ് ഡേവിയുടെ കീഴിൽ ഒത്തിരി പിള്ളേരും ഉണ്ട്. പോരാത്തതിന് ഡേവിക്ക് അത്യാവശ്യം നല്ല പിടിപാടും ഉണ്ട്. അങ്ങനെ സീൻ കട്ടായി തൃശൂർ ടൗൺ കാണിക്കുന്നു. ആ ടൗണിലൂടെ ഡോൺ, സിജു എന്ന രണ്ടുപേർ കോലൈസ് ഒക്കെ കഴിച്ചുകൊണ്ട് വരുന്നതായി കാണിക്കുന്നു. അതിൽ ഡോൺ ഒരു വായി നോക്കിയാണ്. എന്തെന്നാൽ അതിലെ വരുന്ന ഒറ്റ പെണ്ണുങ്ങളെയും പ്രായഭേദമില്ലാതെ അവൻ വായി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതിലെ വന്നുകൊണ്ടിരുന്ന ജോഷി എന്നൊരാളോട്, ജോഷിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട്, കുറെ നാളായില്ലേ സുലേജേട്ടനുമായുള്ള ആ സ്ഥലത്തിന്റെ കാര്യവും പറഞ്ഞുള്ള പ്രശ്നം, അതൊന്ന് തീരുമാനമാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. അതിന് ജോഷി ചേട്ടൻ, അത് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ഡോണിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ ആണ് പറഞ്ഞത്. ഡോൺ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ ജോഷി ചേട്ടന്റെ കഴുത്തിൽ കുത്തിക്കയറ്റി. എന്നിട്ട് അടുത്തുണ്ടായിരുന്ന ഉപയോഗത്തിലില്ലാത്ത ഒരു ATMന്റെ അകത്ത് കൊണ്ടിടുന്നു. അത്രയും തിരക്കുള്ള ടൗണിൽ രണ്ടുപേർ ചേർന്ന് ആരും അറിയാതെ, അതും ടൗണിന്റെ നടുക്ക് വെച്ച് ഒരാളെ കുത്തിക്കൊന്നു. അതിനുശേഷം രണ്ടുപേരും പുതിയ രണ്ട് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് തങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സെല്ലാം ടൗണിന്റെ ഒരു ഒതുങ്ങിയ ഭാഗത്ത് കൊണ്ടിട്ട് കത്തിക്കുന്നു. ആ സമയം സീൻ കട്ടായി ആ ടൗണിലൂടെ ഒരു കാറിൽ നമ്മുടെ ഈ സിനിമയിലെ നായകൻ ഗിരിയും ഗിരിയുടെ ഭാര്യ ഗൗരിയും അമ്പലത്തിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് ഗിരിക്ക് ഒരു ഫോൺ വരുന്നത്. ഗിരിയേട്ടാ, ഞാൻ ജയരാജ് ആണ്. ഇവിടെ ഒരു പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് ശിങ്കാരിമേളക്കാരെയും കൊണ്ട് വന്നതാണ്. പക്ഷേ ഈ കടക്കാരാണെങ്കിൽ പറഞ്ഞ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഗിരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അവിടെ എത്തിയ ഗിരി തന്റെ കാറിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് തന്നെ ഫോൺ ചെയ്ത ജയരാജേട്ടന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട്, ഇതുകൊണ്ട് ആ പിള്ളേർക്ക് കൊടുക്ക് എന്ന് പറയുന്നു. അതിന് ജയരാജ്, അയ്യോ അത് വേണ്ട, ഇവരുടെ കയ്യിൽ നിന്നും മേടിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അതിന് ഗിരി, അത് പേടിക്കേണ്ട, അവര് തന്നോളും എന്നും പറഞ്ഞിട്ട് ആ കടയുടെ മാനേജറോട്, എടാ, വൈകിട്ട് കട അടയ്ക്കുന്നതിന് മുൻപ് ഈ കാശ് കൊടുത്തു വിട്ടേക്കണം എന്ന് പറയുന്നു. അതിന് ആ മാനേജർ, അത് പറയാൻ താൻ ആരുവ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരണം പൊട്ടുന്ന രീതിയിൽ ഒരടി ചെകിട്ടത്ത് വന്ന് പതിക്കുന്നു. എന്നിട്ട് ഗിരി, ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നു. എന്നാൽ ഗിരിയേട്ടൻ തിരികെ കാറിനടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ആ പറഞ്ഞ പൈസ തിരികെ ഗിരിയുടെ കൈകളിൽ എത്തിയിരുന്നു. അപ്പോൾ വീണ്ടും ഡോണിനെയും സിജുവിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും ഡ്രസ്സെല്ലാം മാറിയതിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ തിരികെ ആ ATMന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ ATMന്റെ വാതിലിനിടയിലൂടെ ചോര ഒഴുകി കിടക്കുന്നത് കണ്ട്, അയ്യോ ചോര എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ വിവരമറിഞ്ഞ് അവിടെ പോലീസുകാരും എത്തി, ഒപ്പം മീഡിയയും. പോലീസുകാർ അവിടെയുള്ളവരോട് ബോഡി ആദ്യം കണ്ടത് ആരാണെന്ന് ചോദിക്കുന്നു. അതിന് ഡോണും സിജുവും ഞങ്ങളാണെന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർ ഡോണിന്റെയും സിജുവിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി മേടിക്കുന്നു. ആ സമയം ഡോണിന് അവരെ ഈ പണി ഏൽപ്പിച്ച ആൾ വിളിച്ചിട്ട് പൈസ എവിടെ കൊണ്ടുവരണം എന്ന് ചോദിക്കുന്നു. അതിന് ഡോൺ, നമ്മൾ ആദ്യം കണ്ട സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ഡോണും സിജുവും കൂടി സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഗിരിയുടെ ഭാര്യ ഗൗരി സാധനം വാങ്ങുന്നതിനായി വരുന്നത് ഡോൺ കാണുന്നത്. ഡോൺ ഒരു വായി നോക്കിയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ഗൗരിയെ കണ്ട് ഡോൺ സിജുവിനെയും കൂട്ടി ഗൗരിയുടെ പുറകെ സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് ചെന്നിട്ട് ഗൗരിയുടെ വയറിൽ കയറി പിടിക്കുന്നു. അതിന് ഗൗരി ഡോണിന്റെ ചെവിക്കല്ലിനിട്ട് ഒരു പൊട്ടീരും കൊടുത്ത് ദേഷ്യത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത്. ഗൗരിയുടെ മുഖം ഡള്ളായിരിക്കുന്ന കണ്ട ഗിരി, എന്താ, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അതിനു ഗൗരി, ഏയ് ഒന്നുമില്ല, വാ പോകാം എന്ന് പറഞ്ഞു. അതിനു ഗിരി, അതെന്താ സാധനമൊന്നും വാങ്ങുന്നില്ലേ, എന്തു പറ്റി എന്ന് പറയാൻ പറയുന്നു. അതിനു ഗൗരി അവിടെ നിന്നിരുന്ന ഡോണിനെയും സിജുവിനെയും ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ഗിരി ഡോണിന്റെയും സിജുവിന്റെയും അടുത്ത് ചെന്നിട്ട്
വന്നിട്ട് നീ ഏതാടാ എന്ന് ചോദിച്ചു. അതിന് ഡോൺ ചേട്ടനാരാ എന്ന് ചോദിക്കുന്നു. പിന്നെ അവിടെ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല പൊരിഞ്ഞ അടിയായിരുന്നു. ഗിരി ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരെ രണ്ടുപേരെയും ചവിട്ടി കൂട്ടിയിട്ട് തന്റെ ഭാര്യ ഗൗരിയെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം ഡോണും സിജുവും ബൈക്കിൽ ഗിരിയുടെ വീടിന്റെ മുൻപിലൂടെ കറങ്ങുന്നതായി കാണിക്കുന്നു. അങ്ങനെ ഗിരി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഡോണും സിജുവും മതിലു ചാടി ഗിരിയുടെ വീടിനകത്ത് കയറി. ആ സമയം ആ വീട്ടിൽ ഗൗരിയും വേലക്കാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറിയ ഡോണും സിജുവും വേലക്കാരിയെ ഒരു റൂമിലിട്ട് പൂട്ടിയതിനു ശേഷം നേരെ ഗൗരിയുടെ അടുത്ത് വന്നു. അവരെ കണ്ടു പേടിച്ച് ഗൗരി ഓടിപ്പോയി റൂമിനകത്ത് കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഡോണും സിജുവും ചേർന്ന് ഗൗരിയെ പിടിച്ച് കൈ രണ്ടും ചേർത്ത് കെട്ടിവെക്കുന്നു. എന്നിട്ട് ഡോൺ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞങ്ങളെ കണ്ടു പേടിച്ച് ഓടിയാൽ എങ്ങനെയാണ്? ഞാനൊന്ന് സോറി പറയാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് ഗൗരിയെ റേപ്പ് ചെയ്യുന്നു. അങ്ങനെ സംഭവം അറിഞ്ഞ് ബന്ധുക്കളെല്ലാവരും എത്തി. ഒപ്പം ഗിരിയുടെ അമ്മ ദേവകി അമ്മയും. ദേവകി അമ്മ ഗൗരിയോട് പറഞ്ഞു, ഇതോർത്ത് മോൾ ഡൗൺ ആകരുത്. ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് ആണ്. അതായത് നമ്മുടെ മേൽ ഒരു വണ്ടി വന്നിടിച്ചാൽ നമ്മുടെ കയ്യും കാലുമൊക്കെ ഒടിയില്ലേ, അതുപോലെ ഒരു ആക്സിഡന്റ്. എന്റെ മോൾ അങ്ങനെ കരുതിയാൽ മതി. അല്ലാതെ ഇനിയുള്ള ജീവിതം ഇതും ചുമന്ന് നടക്കരുത് എന്ന് പറയുന്നു. അപ്പോഴാണ് ഗിരി അവിടേക്ക് വരുന്നത്. ഗിരിയെ കണ്ട ദേവകിയമ്മ ഗിരിയുടെ അടുത്ത് ചെന്നിട്ട്, എടാ ഞാനിവളെ 2 ദിവസത്തേക്ക് എന്റെ കൂടെ കൊണ്ടുപോവുകയാണ്. പിന്നെ ഇത് നീ മനസ്സിൽ കൊണ്ടു നടക്കരുത്. നിന്റെ കയ്യിൽ അവന്മാരെ കിട്ടും, തീർത്തേക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഗിരി ഗൗരിയുടെ അടുത്തെത്തി. ഗൗരി ഗിരിയോട് ഞാൻ ഓക്കെയാകും, ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കരുത്, വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അതിന് ഗിരി ഒന്നും മിണ്ടിയില്ല. എന്തെന്നാൽ ഗിരിയുടെ ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, പണി ഇനിയാണ് തുടങ്ങുന്നത് എന്ന്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സിനിമയുടെ തുടക്കത്തിൽ കമ്മീഷണർ രഞ്ജിത്ത് പറഞ്ഞ വാറന്റ് ഡേവിയെ കാണിക്കുന്നു. വാറന്റ് ഡേവിയെ തൃശൂർ ടൗൺ SI വിളിച്ചിട്ട് പുറത്തന്വേഷിച്ചിട്ട് അവന്മാർക്ക് അങ്ങനെ അധികം കൂട്ടുകാരുള്ളതായൊന്നും അറിവില്ല. പിന്നെ ഇന്നലെ ആ ATM-ൽ വെച്ചുള്ള കൊലപാതകം നടത്തിയതും അവന്മാരാണ്. ടൗണിന്റെ നടുക്ക് നടന്നുകൊണ്ടിരുന്ന പാർട്ടി സമ്മേളനത്തിന്റെ ഒരു സ്പീക്കർ അവന്മാര് അഴിച്ചു കൊണ്ടുപോയി ആ ATM-ന്റെ അടുത്ത് കൊണ്ടുവച്ചിരുന്നു. സൗണ്ട് ഒന്നും പുറത്തു കേൾക്കാതിരിക്കുന്നതിനായി. അവന്മാരാ സ്പീക്കർ അഴിച്ചുകൊണ്ടു പോകുന്നതിന്റെ CCTV വിഷ്വൽസ് അടുത്തുള്ള കടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവന്മാരുടെ ഗ്യാങ് ലീഡർ ഡ്രോൺ ഷിബു ആണ്. അവനെ പിടിച്ചാൽ അവന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വാറന്റ് ഷിബുവും ഗ്യാങ്ങും ചേർന്ന് ഡ്രോൺ ഷിബുവിനെ പൊക്കുന്നു. അങ്ങനെ ഡ്രോൺ ഷിബുവിനെയും കൂട്ടി വാറന്റ് ഡേവിയുടെ ആൾക്കാർ ഡോണിന്റെ വീട്ടിലെത്തി. എന്നിട്ട് ഡോണിന്റെ അച്ഛൻ ജയശങ്കറിന്റെ അടുത്ത് ചെന്ന് നിന്റെ മോൻ എവിടെയാടാ എന്ന് ചോദിക്കുന്നു. അതിന് ജയശങ്കർ അറിയില്ല, 2 ദിവസമായി വന്നിട്ട് എന്ന് പറഞ്ഞു. അതിന് വാറന്റ് ഡേവി അവനെ നമുക്ക് വരുത്തേണ്ടേ എന്നും പറഞ്ഞ് ജയശങ്കറിനെയും പിടിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. ആ സമയം ഡോണിനെയും സിജുവിനെയും കാണിക്കുന്നു. ഡോൺ തന്റെ അച്ഛൻ ജയശങ്കറിനെ ഫോൺ ചെയ്യുന്നു. എന്നാൽ ജയശങ്കറിന്റെ ഫോൺ എടുത്തതോ വാറന്റ് ഡേവിയും. വാറന്റ് ഡേവി ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ഡോണിന്റെ അച്ഛന്റെ ചെവിക്കല്ല് തല്ലിപ്പൊട്ടിച്ചിട്ട് മകനോട് മിണ്ടാൻ പറയുന്നു. അടിയുടെ വേദന കാരണം ജയശങ്കർ ഡോണിനോട്, എടാ ഡാഷ് മോനെ, ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കടാ എന്ന് പറയുന്നു. വാറന്റ് ഡേവി ഫോൺ എടുത്തിട്ട് ഡോണിനോട്, നീ നിന്റെ കൂടെയുള്ളവനെയും കൂട്ടി വന്നില്ല എങ്കിൽ നിന്റെ കുടുംബത്തെയും കൂടെയുള്ളവരെയും ഒരുത്തരെയും വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും കേട്ടോടാ എന്ന് പറയുന്നു. അത് കേട്ട് ഡോൺ ഫോൺ കട്ട് ചെയ്തിട്ട് അതിലെ സിം ഊരിക്കളയുന്നു. എന്നിട്ട് സിജുവിനോട്, പണി പാളി, ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറണം, ഇല്ലെങ്കിൽ പിടി വീഴും എന്ന് പറയുന്നു. അത് കേട്ട് സിജു, അല്ലെങ്കിൽ അവരെന്തു ചെയ്യും എന്നും ചോദിച്ച് ഡോണിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വീണ്ടും വാറന്റ് ഡേവിയെ കാണിക്കുന്നു. നേരം ഒത്തിരി വൈകിയതിനാൽ ഡോണിന്റെ അച്ഛനെ തന്റെ ആൾക്കാരെ ഏൽപ്പിച്ച് ഡേവി തന്റെ വീട്ടിലേക്ക് പോകുന്നു. സിജു ഡോണിനെയും കൂട്ടി നേരെ വന്നത് ഡോണിന്റെ അച്ഛനെ പിടിച്ചുകൊണ്ടുവന്ന വാറന്റ് ഡേവിയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അവർ വന്നു നോക്കുമ്പോഴതാ വാറന്റ് ഡേവി അടിച്ചു കോൺ തെറ്റി കിടന്നുറങ്ങുന്നു. ഡേവിയുടെ അടുത്തെത്തിയ അവർ ഡേവിയുടെ കൈയും കാലും പിടിച്ചു കെട്ടിവെക്കുന്നു. എന്നിട്ട് ഡേവി തന്റെ അച്ഛനിട്ടടിച്ചതിലും അടിപൊളിയായി നല്ല കരണം പൊട്ടുന്ന രീതിയിൽ ഒരടി ഡോൺ ഡേവിക്ക് കൊടുക്കുന്നു. അടികൊണ്ട ഡേവിയുടെ സകല പൂസും ഇറങ്ങിപ്പോയിരുന്നു. അമ്മാതിരി അടിയാണ് ഡേവിക്ക് കിട്ടിയത്. അടികൊണ്ടെഴുന്നേറ്റ ഡേവി നോക്കുമ്പോൾ അതാ തന്റെ തോക്കെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ഡോണും സിജുവും നിൽക്കുന്നു. ഡോൺ ഡേവിയോട്, നീ ആരാടാ എന്റെ അപ്പനെ തല്ലാൻ? നിനക്കെന്തെങ്കിലും പ്രശ്നം എന്നോടുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം എന്ന് പറഞ്ഞ് തോക്കെടുത്ത് ഡേവിയുടെ നെറ്റിക്ക് നേരെ പിടിക്കുന്നു.
ചോദിക്കുന്നു. അത് കണ്ട ഡേവി നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ പൊട്ടിക്ക എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് തന്നെ അനുസരണയുള്ള ഡോൺ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ വാറന്റ് ഡേവിയുടെ മരണം രാത്രിയിൽ തന്നെ വൈറൽ ന്യൂസ് ആയി. അങ്ങനെ നമ്മുടെ ഗിരിയും ഡേവിയുടെ മരണമറിഞ്ഞ് അവിടേക്ക് വരുമ്പോഴാണ് അതാ നടുറോട്ടിൽ മുൻപിൽ നിൽക്കുന്നു തോക്കും പിടിച്ചു ഡോൺ. അങ്ങനെ ആ വെടിവയ്പിൽ ഗിരിക്കും വെടിയേൽക്കുന്നു. എന്നാൽ ഗിരി തന്റെ വണ്ടിയിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് തിരിച്ചു ഫയർ ചെയ്തതും ഡോണും സിജുവും തങ്ങളുടെ ബൈക്കിൽ അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. അത് കണ്ട ഗിരി തന്റെ കാറുമായി അവരുടെ ബൈക്കിന് പുറകെ പോകുന്നു. എന്നിട്ട് തന്റെ കാർ വെച്ച് അവരുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ ഇടി കൊണ്ട് ഡോണും സിജുവും തെറിച്ചുപോയി അടുത്തുണ്ടായിരുന്ന ആറിലേക്ക് വീഴുന്നു. പുഴയിൽ വീണ ഡോണിനെയും സിജുവിനെയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഗുണ്ടകളും എല്ലാം ചേർന്ന് തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സീൻ കട്ടായി കുറെ മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. മാസങ്ങൾ കടന്നുപോയെങ്കിലും നമ്മുടെ ഗിരിക്കോ ഗിരിയുടെ ആൾക്കാർക്കോ എന്തിന് പോലീസുകാർക്ക് പോലും ഡോണിനെയും സിജുവിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഗിരിയുടെ അളിയൻ കുരുവിള ഡെയിലി ഡോണിന്റെ വീടിന്റെ അയൽപക്കത്തുള്ള തന്റെ പയ്യുടെ വീട്ടിൽ വന്ന് ഡോണിനെ കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അന്നു രാത്രിയും കുരുവിള തന്റെ സ്പൈയുടെ അടുത്ത് ഡോണിനെ കുറിച്ച് വന്ന് അന്വേഷിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴതാ കുരുവിളയുടെ മുമ്പിൽ തോക്കുമായി ഡോണും സിജുവും നിൽക്കുന്നു. ഡോൺ കുരുവിളയോട് എന്തൊരു ഊള പരിപാടിയാടാ ചെയ്യുന്നത്, എന്റെ വീടിന്റെ അടുത്ത് കാശും കൊടുത്ത് ആളെ കാവലിന് നിർത്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് തോക്കെടുത്ത് കുരുവിളക്കിട്ട് പൊട്ടിക്കുന്നു. എന്നാൽ കുരുവിളയുടെ നല്ല സമയം ആയിരുന്നെന്ന് തോന്നുന്നു. എന്തെന്നാൽ ആ തോക്ക് അവർ വാറന്റ് ഡേവിയുടെ വീട്ടിൽ നിന്നും എടുത്തതായിരുന്നല്ലോ. ആ തോക്കിലെ ഉണ്ട തീർന്നിരുന്നു. അത് കണ്ട് കുരുവിള ഒന്ന് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഡോണിന്റെ സ്ക്രൂ ഡ്രൈവർ പ്രയോഗത്തിൽ കുരുവിളയുടെ കുരു ഉടഞ്ഞു. അപ്പോൾ സീൻ കട്ടായി ഗിരിയെ കാണിക്കുന്നു. ഗിരിക്ക് ആ സമയം കുരുവിളയുടെ ഫോണിൽ നിന്നും ഒരു കോൾ വരുന്നു. കോൾ എടുത്ത ഗിരി എന്താടാ എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിനവിടുന്ന് ഗിരി ഏട്ടാ സുഖമല്ലേ, നിങ്ങൾ വലിയ പുലിയാണെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞങ്ങളെ കണ്ടെത്തിയില്ല അല്ലേ, നമുക്കൊന്ന് കാണേണ്ടേ, അതുപോട്ടെ ഒരു പ്രധാന കാര്യം പറയാൻ വിളിച്ചതാണ്. നിങ്ങള് ഞങ്ങളെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടില്ലേ ഒരാളെ, പെട്ടെന്ന് വന്നില്ല എങ്കിൽ അയാൾ തട്ടിപ്പോകും, എത്രയും പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അത് കേട്ട് ഗിരി തന്റെ ആളുകളെയും കൂട്ടി അവിടേക്ക് പുറപ്പെട്ടു. ചെന്ന് നോക്കുമ്പോഴതാ കുരുവിളയുടെ കാറിന്റെ ഡിക്കിയിൽ തന്നെ കുരുവിളയെ പാഴ്സൽ ചെയ്തു വെച്ചിരിക്കുന്നു. എന്തായാലും കുരുവിളയ്ക്ക് ജീവനുണ്ടായിരുന്നു. അതിനാൽ അവരെല്ലാവരും ചേർന്ന് കുരുവിളയെ ആശുപത്രിയിൽ എത്തിച്ചു. കുരുവിളിയുടെ കാര്യമറിഞ്ഞ് ബന്ധുക്കളെല്ലാവരും ആശുപത്രിയിൽ എത്തിയിരുന്നു. ഒപ്പം അവിടെയുള്ള ലോക്കൽ റൗഡീസും. എന്തായാലും അത്രയും മുറിവുകൾ ഉണ്ടായിരുന്നിട്ടും കുരുവിള എന്തോ ഭാഗ്യം കൊണ്ട് അപകടനില തരണം ചെയ്തു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഗിരിയുടെ അമ്മ ദേവകി അമ്മ ഗിരിയെയും കുട്ടികളെയും എല്ലാം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്, അതിനാൽ ഞാൻ റൂമിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് റൂമിലേക്ക് പോകുന്നതിനായി ലിഫ്റ്റിൽ കയറുന്നു. ദേവകി അമ്മ പോയിക്കൊണ്ടിരുന്ന ലിഫ്റ്റിൽ ദേവകി അമ്മയെ കൂടാതെ പറുതയൊക്കെ ഇട്ട് 2 പേരുണ്ടായിരുന്നു. അതെ, ഡോണും സിജുവും. അവർ ദേവകി അമ്മയോട് ഗിരിയേട്ടന്റെ അമ്മയല്ലേ, ഞങ്ങൾ പുള്ളിയുടെ പരിചയക്കാരാണ് എന്നും പറഞ്ഞ് സിജു ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ദേവകി അമ്മയെ കുത്താൻ വരുന്നു. എന്നാൽ നമ്മുടെ ദേവകി അമ്മ ആളൊരു ജഗജാല കില്ലാടിയായിരുന്നു. ദേവകി അമ്മയാണെങ്കിൽ സിജുവിന്റെ കൈ പിടിച്ചു തിരിച്ച് അവനെ മലർത്തി അടിച്ചു. എന്നാൽ ആ സമയം അടുത്ത് നിന്നിരുന്ന ഡോൺ തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ദേവകി അമ്മയെ വെട്ടുന്നു. എന്നിട്ട് ആ പർദ്ദയും ഇട്ട് ആശുപത്രിക്ക് പുറത്തു വന്നിട്ട് ഗിരിയെ വിളിച്ചിട്ട് ഗിരിയേട്ടാ എന്നൊരു വിളി. ആ വിളി കേട്ട പാതി കേൾക്കാത്ത പാതി ഗിരിയേട്ടൻ തന്റെ വണ്ടിയും എടുത്ത് ആശുപത്രിയിലേക്ക് തിരിച്ചു. അപ്പോൾ ഗിരിയുടെ ചേട്ടൻ സജി ഗിരിയെ വിളിച്ചിട്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെയാണ്, ബ്ലഡ് കുറച്ച് പോയതേ ഉള്ളൂ എന്ന് പറയുന്നു. ആ സമയം മരിച്ചുപോയ വാറന്റ് ഡേവിയുടെ ആൾക്കാർ ഗിരിയെ വിളിച്ചിട്ട് അവന്മാരെ പോലീസുകാർക്ക് കിട്ടി. ആശുപത്രി പരിസരത്ത് നിന്നും തന്നെയാണ് കിട്ടിയത്, പക്ഷേ അത് അവന്മാരായിട്ട് പിടികൊടുത്തതാണ് എന്ന് പറയുന്നു. അത് കേട്ടതും ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഗിരി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഗിരിയേട്ടനെ കണ്ട ഡോൺ ലോക്കപ്പിൽ കിടക്കുന്ന ധൈര്യത്തിൽ ഗിരിയോട് ആരിത്, ഗിരിയേട്ടനോ, ഇപ്പോഴാണോ വരുന്നത് എന്നെല്ലാം ചോദിച്ച് ഗിരിയേട്ടനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗിരിയേട്ടൻ അതെല്ലാം കേട്ട് കൊച്ചു പിള്ളേരെ പോലെ അവരെ നോക്കി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നു. ആ സമയം കമ്മീഷണർ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഗിരിയോട് നിങ്ങൾക്കുണ്ടായ ഡാമേജിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഇല്ലീഗലാണ്, ഇവന്മാരെ പുറലോകം കാണാൻ പറ്റാത്ത വിധം പൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് വീണ്ടും നമ്മുടെ ഗിരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും നേരെ വണ്ടിയും എടുത്ത് എങ്ങോട്ടോ പോയി. അങ്ങനെ അടുത്ത ദിവസം ഡോണിനെയും സിജുവിനെയും കോടതിയിലേക്ക് കൊണ്ടുവരുന്നതായി കാണിക്കുന്നു. കേസ് കുറച്ച് സെൻസേഷണൽ ആയതിനാൽ തന്നെ
തന്നെ മീഡിയയും ജനങ്ങളും അടക്കം ധാരാളം പേരും കോടതി മുറ്റത്ത് പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു. ഒപ്പം അത്രയും തന്നെ പോലീസുകാരും. അങ്ങനെ അവരെ കോടതിക്കകത്തേക്ക് കൊണ്ടുവരുന്ന വഴി അത്രയൊക്കെ പോലീസുകാരുണ്ടായിരുന്നിട്ടും ഒരേ സമയം ഡോണിന്റെയും സിജുവിന്റെയും നെഞ്ചിൽ 2 ബുള്ളറ്റ് വന്ന് പതിക്കുന്നു. വെടികൊണ്ട 2 പേരെ നമുക്ക് മനസ്സിലായി, എന്നാൽ വെടിവെച്ചത് ആരാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അങ്ങനെ പോലീസുകാർ തന്നെ ഡോണിനെയും സിജുവിനെയും ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ കോടതിയുടെ മുൻപിലുണ്ടായിരുന്ന ജനങ്ങളും മീഡിയയും പോലീസുകാരും ഇങ്ങിവിടെ ആശുപത്രി മുറ്റത്തും എത്തി. അങ്ങനെ ഡോണിന്റെയും സിജുവിന്റെയും സർജറി കഴിഞ്ഞ് 2 പേരെയും റൂമിലെത്തിച്ചു. ആ സമയം അതാ ആശുപത്രിയുടെ പുറത്തു കൂടി നിന്നിരുന്ന ജനങ്ങളെല്ലാം കൂട്ടയടി നടത്തുന്നു. അത് കണ്ട് ആ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമുണ്ടായിരുന്ന സകല പോലീസുകാരും കമ്മീഷണറും ആ അടി നടക്കുന്നിടത്തേക്ക് വരുന്നു. ആ സമയം ഒരു ആംബുലൻസ് ഒരാവശ്യവുമില്ലാതെ പാഞ്ഞു വന്ന് ആശുപത്രിയുടെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കുറെ വാഹനങ്ങളുടെ മേൽ വന്നിടിച്ചു കയറുന്നു. അത് കണ്ട കമ്മീഷണർക്ക് എന്തോ പന്തികേട് തോന്നി. ഉടൻ തന്നെ കമ്മീഷണർ ഡോണിനെയും സിജുവിനെയും കിടത്തിയിരുന്ന റൂമിലേക്ക് വരുന്നു. നോക്കുമ്പോഴതാ റൂം മുഴുവൻ പുക കൊണ്ട് മൂടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡോണും സിജുവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. അവരവിടെ ഇല്ല എന്നറിഞ്ഞ കമ്മീഷണർ വയർലെസ്സിലൂടെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സീൻ കട്ടായി ഡോണിനെയും സിജുവിനെയും കാണിക്കുന്നു. ഡോണും സിജുവും ഗിരിയുടെ കസ്റ്റഡിയിലായിരുന്നു. ഗിരി എന്തായാലും നേരും നെറിയും ഉള്ളവനാണ്. എന്തെന്നല്ലേ, ഗിരി ഡോണിന്റെയും സിജുവിന്റെയും പ്രധാന ആയുധമായ സ്ക്രൂ ഡ്രൈവറും ചുറ്റുകയും അവർക്ക് കൊടുത്തിട്ടാണ് ഇടി തുടങ്ങിയത്. എന്തായാലും പിന്നെ അവിടെ നടന്നത് നല്ല ചിമിട്ടനിടിയാണ്. തന്റെ കലിപ്പ് തീരുന്നത് വരെ ഗിരി അവന്മാരെ 2 പേരെയും മാറി മാറി ഇടിച്ചു. അങ്ങനെ ഇടിയെല്ലാം കഴിഞ്ഞ് ഗിരി ഡോണിന്റെയും സിജുവിന്റെയും കൈ 2ഉം കൂട്ടിക്കെട്ടി അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ കെട്ടി തൂക്കിയിടുന്നു. എന്നിട്ട് സ്ലോ മോഷനിൽ അവിടെ നിന്നും പോകുന്നു. ആ സമയം ഗിരി കത്തിച്ചു വിട്ടിരുന്ന അമിട്ട് പൊട്ടി അവർ 2 പേരും ചെതറിപ്പോകുന്നതായി കാണിക്കുന്നു. അങ്ങനെ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോട് ചേർത്ത് ഗിരിയുടെ സ്ലോ മോഷൻ. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.